ഹായ് ഓൾ, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗ് ഇടുകയാണ്. ഇത് ഗോവയിൽ ഞങ്ങൾ റീസെൻ്റ്ലി ഒരു ട്രിപ്പ് പോയപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ്. ഗോവ കാണിക്കാനൊന്നുമല്ല, ലൈക്ക് ഒരിടത്ത് നമ്മൾ കഴിക്കാൻ പോയിരുന്നു. അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുന്നത് സെലിബ്രിറ്റീസ് ആണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അന്വേഷിച്ച് പോകുന്ന ഒരു സ്ഥലമാണ്. സോ ആ സ്ഥലത്തേക്ക് നമ്മൾ കഴിക്കാൻ പോയേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. കോക്കിനി ക്യാൻറ്റീൻ എന്നാണ് ഈ ഒരു ക്യാൻറ്റീൻ്റെ പേര്. ഇതിപ്പോൾ ഞങ്ങൾ 4 ഫ്രണ്ട്സാണ് പോയിരുന്നത്. വളരെ എന്താ പറയുന്നത് ആഗ്രഹത്തോടെ കാത്ത് അന്വേഷിച്ച് പിടിച്ചു പോയ സ്ഥലമാണ്. സോ ഞങ്ങളവിടെ എത്തി ഇപ്പം കൃഷ്ണയുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് വരുണുണ്ട്. വളരെ എക്സൈറ്റഡാണ്, എല്ലാവരും വളരെ എക്സൈറ്റഡാണ് എന്താണെന്ന് അറിയാനായിട്ട്. ഇത് നമ്മൾ തമ്പിളി എന്ന് വിളിക്കുന്ന ഡോക്ടർ രാകേഷ് തമ്പി പുള്ളിയുണ്ട്. അപ്പം എല്ലാവരും ഒരുപോലെ എക്സൈറ്റഡ് ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് എന്താ പറയുന്നത് അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ടോക്കൺ എടുക്കണം. കുഞ്ഞൊരു സ്ഥലമാണ്, പക്ഷേ ഇതകത്ത് ജസ്റ്റ് കയറുന്ന എൻട്രൻസിൻ്റെ അകത്തെ ആ ഒരു വെയിറ്റിംഗ് ഏരിയ ആണ്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കാനൊന്നും സ്ഥലമില്ല, കണ്ടില്ലേ, ആൾക്കാർ റഷായി നിൽക്കുകയാണ് ടോക്കണിനനുസരിച്ച്. ഇത് അവിടുത്തെ എന്താ പറയുക വന്നിരിക്കുന്ന ഗസ്റ്റിൻ്റെ ഫോട്ടോസ് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫുൾ സെലിബ്രിറ്റീസാണ്, മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ സെലിബ്രിറ്റീസാണ് അവിടെ വിസിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതവരുടെ മെനു ആയിരുന്നു. ജസ്റ്റ് ഞാനതൊന്ന് എടുത്ത് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് അവർക്ക് കിട്ടിയ അവാർഡ്സൊക്കെയാണ്. അവാർഡ്സിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ അവർ വെച്ചിട്ടുണ്ട്. അവസാനം ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി. നമ്മളിങ്ങനെ മെനു നോക്കുമായിരുന്നു. ഞാൻ കാണിച്ചല്ലോ, ഒരു ചെറിയ മെനു ആണ്. എല്ലാം മോസ്റ്റ്ലി സീ ഫുഡാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പക്ഷേ വെജിറ്റേറിയൻ ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ മെനു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമായിട്ടൊക്കെ മെനു പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വെയിറ്റർ വന്നിട്ട് പറഞ്ഞു, ഈ മെനുവിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഒരു താലി ഓർഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ താലിയിൽ തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് നമുക്ക് സീ ഫുഡ് ഐറ്റംസ് വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞത് കാരണം ഞങ്ങൾ ഈ മെനു പഠിച്ചതൊക്കെ വെറുതെ ആയിട്ട് താലി ഓർഡർ ചെയ്തു. പിന്നെ ഇത് ബ്രീസേഴ്സാണ്, അത് മേടിച്ചു. നല്ല ചൂടായിരുന്നു അവിടെയും. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല കേട്ടോ, കുറച്ച് ഉഷ്ണം കുറവുണ്ട് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞതാ ഫുഡ് എത്തി. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഇതിനകത്ത് അത് ഫുൾ സീ ഫുഡ് ഐറ്റംസാണ്. ഇത് ആ താലിയുടെ കൂടെ വരുന്നതാണ്. നമുക്ക് നെയ്മീൻ വറുത്തതും അതുപോലെ തന്നെ കൊഞ്ച് വറുത്തതും ഒക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. എല്ലാവരും അത് കണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ പ്ലേറ്റിൽ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ഐറ്റം അതിനകത്ത് വരുന്നുണ്ട്. ബാക്കി ഫുള്ള് ഫിഷ് ഐറ്റംസ് ആണ്. ഫിഷിൻ്റെ 1-2 കറികൾ, ഞണ്ട് കറി, അതുപോലെ തന്നെ നോർമൽ അവിടുത്തെ എന്താ പറയുന്നത് ഗോവൻ ഫിഷ് കറി, പിന്നെ ഈ ഫ്രൈ കണ്ടില്ലേ, അത് സ്പെഷ്യലായിട്ട് അവിടുത്തെ റവയിൽ മുക്കി പൊരിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഫ്രൈ ആണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അത് നമുക്ക് ടേസ്റ്റ് ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ, കഴിച്ചാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് നമുക്ക് പറയാനുള്ളതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിഷ് ഐറ്റംസ് അല്ലെങ്കിൽ എന്താ പറയുക സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഹെവനാണ് ആ സ്ഥലം. അപ്പം ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്ളോഗാണ്. ഞാൻ വലിയ ഫുഡ് വ്ളോഗറൊന്നുമല്ല, എങ്കിലും നല്ല ഭക്ഷണമായത് കൊണ്ട് ഇപ്പം ഇത് ഫോളോ ചെയ്യുന്ന കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ, സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതിലാരെങ്കിലും അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ്. നിങ്ങളാരും എന്നെ ഇവിടെ പോയി ഇവർ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ് ചീത്ത പറയില്ല. അത്ര അടിപൊളിയാണ്. എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും ആ ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വളരെ ആ ഒരു ടേസ്റ്റിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ നാട്ടിലല്ലല്ലോ, നമുക്ക് വീണ്ടും പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ എന്നുള്ളത് മാത്രമായിരുന്നു ആകെ വിഷമം. ഇത് എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ എന്താ പറയുന്നത് ഒരു ഫുഡിയാണ്. എല്ലാ സാധനവും ഇഷ്ടപ്പെടില്ല, പുള്ളിക്കാരനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പം ഞാൻ കഴിച്ചത് അവിടുത്തെ ഒരു കണവ സ്പെഷ്യലായിരുന്നു. അത് ഇതിൻ്റെ കൂടെ വന്നതല്ല, ഞങ്ങൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്തതാണ്. അടിപൊളിയായിരുന്നു. ഇത് ജസ്റ്റ് ഞാൻ ആ ഒരു പ്ലേറ്റിൽ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവസാനം ഞാൻ ലൈക്ക് കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഓർത്തത് വിഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. ഓൾമോസ്റ്റ് കൃഷ്ണ കഴിച്ചു കഴിഞ്ഞു. ഡോക്ടർ കൃഷ്ണ പുള്ളിക്കാരി കഴിച്ച് തളർന്നിരിക്കുവാണ്. മറ്റത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ്, നമ്മുടെ തമ്പിയളിയൻ. പുള്ളിയും കഴിച്ച് അനങ്ങം വയ്യാണ്ടിരിക്കുവാണ്. ബിക്കോസ് ഒരു സാധനം നമുക്ക് കളയാൻ തോന്നില്ല, വേണ്ട, വയറ് നിറഞ്ഞു. എന്നിട്ടും വീണ്ടും അതിൽ ബാക്കി വരുന്ന സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. ഈ ഇരിക്കുന്ന ബാക്കി സാധനങ്ങൾ വേസ്റ്റ് ആയതല്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ വയ്യ.
പോകുന്നില്ല. അത് കാരണമാണ് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി വരുന്ന പാർസൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അടിപൊളി എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു. അമ്മാതിരി ടേസ്റ്റി സാധനമായിരുന്നു ഇത്. പണ്ടൊക്കെ വയറ് നിറഞ്ഞ് പൊന്തി ഒരവസ്ഥയായി. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഫുഡാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ആരെങ്കിലും ആ ഭാഗത്തേക്ക് അതായത് ഗോവ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ്. പിന്നെ സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യം വലിയ പ്രൈസി ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു കഴിച്ച് ക്ഷീണിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അടിപൊളി ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് വീണ്ടും കാണാം. ബൈ ഓൾ.